ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ്. പരിയൊന്നും കുതിർത്തരക്കാതെ തന്നെ എങ്ങനെ നല്ല ക്രിസ്പിയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെള്ളപ്പം ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വെള്ളപ്പം ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. ഞാനിവിടെ ഒരു 1.5 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അത് നൈസായിട്ടുള്ള അരിപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമ്മൾ പത്തിരിക്കും നൂൽപുട്ടിനൊക്കെ എടുക്കുന്ന സെയിം പൊടി തന്നെയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിലിപ്പം വീട്ടിൽ പൊടിച്ചെടുത്ത അരിപ്പൊടി ഉണ്ടെങ്കിൽ അത് എടുത്താലും മതി. പക്ഷേ ഞാനിപ്പോൾ ഇവിടെ പാക്കറ്റിൽ വാങ്ങിച്ച പൊടിയാണ് എടുത്തത്. അപ്പോൾ ഇനി ഒരു 1/2 കപ്പ് ചിരവിയ തേങ്ങ, ഫ്രഷ് ആയിട്ടുള്ള തേങ്ങയാണ് കേട്ടോ, അത് വേണം. പിന്നെ വേണ്ടത് നൈസായിട്ടുള്ള വെളുത്ത അവിൽ വേണം, നല്ല തിന്നായിട്ടുള്ള അവിൽ വേണം. അത് കുറച്ച് വെള്ളത്തിൽ ഞാനിപ്പോൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു രീതിയിലുള്ള അവിലാണ് ഞാനിപ്പം ഇവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ ഈസ്റ്റ് വേണം, ഇതൊന്ന് ഫെർമെൻ്റായിട്ട് കിട്ടാൻ. പിന്നെ വേണ്ടത് ഒരു 1.5 ടീസ്പൂണ് പഞ്ചസാര കൂടെ വേണം. ഈസ്റ്റ് പെട്ടെന്ന് ആക്റ്റീവായിട്ട് കിട്ടും പഞ്ചസാര ചേർത്താൽ. അപ്പം മിക്സിയുടെ വലിയ ജാർ എടുത്തിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് തേങ്ങയും അവിലും ഒക്കെ പഞ്ചസാര ഈസ്റ്റൊക്കെ ചേർത്ത് കൊടുക്കുക. ഇതിൽ നമ്മളിപ്പം വെള്ളമാണ് ചേർക്കുന്നത്. അരിപ്പൊടി എടുത്ത സെയിം അളവിൽ തന്നെ വെള്ളം ചേർക്കുന്നുണ്ട്. വെള്ളത്തിൻ്റെ പകരമായിട്ട് നിങ്ങൾക്ക് തേങ്ങാപ്പാൽ ചേർത്താലും കൂടുതൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചു കൊണ്ടുവരാം. അപ്പോൾ നമ്മളെ മാവ് നന്നായിട്ട് അരിഞ്ഞ് വന്നിട്ടുണ്ട്, നല്ല ഫൈനായിട്ട് അരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനിയൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ നമ്മളിപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ഈ മാവ് ഫെർമെൻ്റായിട്ട് കിട്ടും, പെട്ടെന്ന് ഇത് പുളിച്ച് വരും. പിന്നെ ഇത് അടച്ച് വെച്ചിട്ട് ഒരു 6 മണിക്കൂർ നമുക്ക് മാറ്റി വെക്കണം. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് തണുപ്പായതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഓവനിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ മാവ് ഇപ്പോൾ ഒരു 6 മണിക്കൂറായിട്ടുണ്ട്. അപ്പം നന്നായിട്ട് ഫെർമെൻ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് ഒരു തവി വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു 5 മിനിറ്റ് മാറ്റി വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് വെള്ളപ്പം ഒന്ന് ചുട്ടെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇരുമ്പിൻ്റെ ചീനിച്ചട്ടിയാണ് വെള്ളപ്പത്തിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്, ചുടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഒരു 2 തവി മാവ് ഞാനിപ്പം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചട്ടിയിലേക്ക്, അതൊന്ന് ചുറ്റിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഏകദേശം ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മളെ വെള്ളപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഫ്ലഫിയും അരികൊക്കെ നല്ല ക്രിസ്പി ആയിട്ടുള്ള നമ്മളെ വെള്ളയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഈ ഒരു മെത്തേഡിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.